പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണമെങ്കിൽ ആ തള്ളത്തേക്ക് നിൽക്കാം. വെയിലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ തള്ളത്തേക്ക് നിൽക്കാം, നിലം കേൾക്കാനോ കണ്ണു ചെയ്യാനോ. എല്ലാവരും അവിടെ കസേരയൊക്കെ മാറ്റിയിട്ട് എല്ലാവരും വെറുതെ വെയിലുള്ളുണ്ട് ആ തള്ളത്തേക്ക് എല്ലാവരും എല്ലാവരും പിന്നെ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എല്ലാവരും ആ കസേരയൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ കുറച്ച് ആൾക്കാർ മക്കളങ്ങോട്ട് ചെല്ലുന്നു. വെയിൽ കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ട വന്നിട്ടാണ്. പോയിന്റ് 20 ആണെങ്കിൽ ഞാൻ പങ്കെടുക്കേണ്ടി വരുന്ന പോയിന്റിന്റെ എണ്ണം 60, 70, 75 ഒക്കെയാണ്. 20 പോയിന്റ് നമ്മൾ തീരുമാനിച്ചാൽ 50 പോയിന്റ് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ ഇറങ്ങി നിന്ന് നമ്മുടെ യാത്രക്ക് തരുന്ന ഉജ്ജ്വലമായ അഭിവാദ്യങ്ങളും സ്വീകരണവും കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് വണ്ടിയുടെ എഞ്ചിൻ UDFന്റെ പ്രിയങ്കരായ സഹപ്രവർത്തകരാണ് എച്ചി. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വാഹനത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് വടകരയിലെ ജനങ്ങളുടെ സ്നേഹമാണ്. അത് നിസ്സീമമായ പിന്തുണയും മനമറിഞ്ഞ സ്നേഹവും എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചാൽ ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മാത്രം കൈവീശി കാണിച്ചു പോകുന്ന ഒരാളായി ഒരിക്കലും ഞാൻ മാറുകയില്ല. ഈ നാടിനോടൊപ്പം ഞാനുണ്ടാകും. തീരദേശ മേഖലയിൽ വലിയ അനുഭവ സമ്പത്തിന് മുമ്പുള്ള ഒരാളല്ല ഞാൻ. എനിക്കിത് ആദ്യത്തെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ആത്മാർത്ഥമായ ഇടപെടലുകൾ ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിന് തൃപ്തിയുള്ള തരത്തിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു അവസരം തരുന്നതിന്റെ പേരിലോ ഒരു വോട്ട് ചെയ്യുന്നതിന്റെ പേരിലോ നിങ്ങൾ ഒരാളുടെ മുന്നിലും തലകുനിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല. ഈ നാടിന് വേണ്ടത് പാർലമെന്റിൽ പോയി പറയാൻ, ചോദിക്കേണ്ടത് ചോദിക്കാൻ, അവിടെ പോയി വാതുറക്കുമെന്നുള്ള ഉറപ്പിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നു. എന്നെ തെരഞ്ഞെടുത്തത് തെറ്റായി പോയി എന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ല. എനിക്കിതിനു മുമ്പ് ഒരു അവസരം കിട്ടിയ പാലക്കാട്ട് ജനതയ്ക്ക് വേണ്ടിയും ആത്മാർത്ഥമായി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു അവസരം കൂടെ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ. നന്ദി ഞാൻ പറയുന്നില്ല, എനിക്ക് നന്ദി ഇല്ലാത്തോണ്ടല്ല ഇട്ടാ. എന്റെ നന്ദി ഞാൻ പ്രവൃത്തിയിലൂടെ കാണിക്കുമെന്ന് നിങ്ങളെല്ലാവരും അറിയിക്കുന്നു. ആരാർപ്പണം കഴിഞ്ഞാൽ ഞാൻ വേഗം പോയിട്ട് വരാം. 2.5 മണിക്കൂർ ലേറ്റാ. ഇന്നലത്തെ പരിപാടി 9 മണിക്ക് അവസാനിക്കേണ്ടത് അവസാനിച്ചത് 1:30 മണിക്കാണ്. മിനിഞ്ഞാത്തെ പരിപാടി 8:30 അവസാനിക്കേണ്ടത് അവസാനിച്ചത് 4:45 തൊട്ടടുത്ത ദിവസം പുലർച്ചെ. അപ്പൊ ഇങ്ങനെ നീണ്ടു പോവാ. കമ്മിറ്റിക്കാർ പറയുന്നത് സ്ഥാനാർത്ഥി സെൽഫി എടുത്തിട്ട് പഞ്ച് ചെയ്തിട്ടാണ് സമയം കളയണമെന്നുള്ളത്. പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ടാൽ മുണ്ടാണ്ട് പോകാൻ പറ്റുമോ? എന്നാൽ എന്നെ പോയിട്ട് വരട്ടെ. ശരി. ഹലോ, ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ഷിജേഷ്, മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഹേമലത, 21ാം ബൂത്ത് പ്രസിഡന്റ് AP ഷംസുദ്ദീൻ, KC സിദ്ദീഖ്, കോൺഗ്രസിന്റെ നേതാവ് ചന്ദ്രഹാസൻ, സൈഡിൽ മാറി കൊടുക്കുക. ചാലിട്ട് ആളുകൾ ഒന്ന് ഇറങ്ങി നിന്ന് കൊടുക്കുക പ്ലീസ്. അടുത്ത 2 പോയിന്റ് കൂടെ നമ്മുടെ കയ്യോട് മുനിസിപ്പാലിറ്റി കോടി പോരാടി ദയവ് ചെയ്ത് 2 സൈഡിൽ നിന്ന് വണ്ടി കൊടുക്കുക പ്ലീസ്. Daddy,
Jadi, ini kan sambil, ada sedikit